ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോ കുറിച്ച് നേരത്തെ ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിന് താഴെ വന്ന കമൻസിന്റെ ബേസിസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവർ ഓരോരുത്തർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പൊ അതിനൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും കമന്റിലൂടെ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു വഴിയെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാണ്. അതിൽ ഒരു ചോദ്യത്തിന്റെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതായത് ഡെലിവറിക്ക് ശേഷം നടുവേദന ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിന്റെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കറക്റ്റ് എങ്ങനെയാ ഞാൻ ഫീൽ ചെയ്തതും എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നും. സർജറി കഴിഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞിട്ട് എന്നെ ഐസിയുലേക്ക് മാറ്റിയിട്ട് നമ്മൾ എഴുന്നേറ്റ് നടക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ബാക്ക് പെയിൻ, ഭയങ്കര ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലും എനിക്ക് രക്ഷയുണ്ടായിരുന്നില്ല. സാധാരണ സർജറി കഴിഞ്ഞ് മുഴുവനായിരിക്കും, കാരണമാണല്ലോ നമുക്ക് നടക്കാൻ പറ്റാതെ വരിക. പക്ഷെ എന്നെ സംബന്ധിച്ചോളം സർജറി കഴിഞ്ഞ മുറിവിനേക്കാളും എനിക്ക് ഈ അതൊന്ന് കൈ കഴുകാൻ പോകാനോ ഒരു തരത്തിലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു വഴിയും ഇല്ലാത്തൊരു വേദന, ഒരു രക്ഷയില്ലാത്ത വേദന. അത് കഴിഞ്ഞ് ഐസിയുന്ന് മാറ്റി നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടും എനിക്ക് തന്നെയായിരുന്നു പെയിൻ. നടുവേദന നല്ലോണം ഉണ്ടായിരുന്നു, ഭയങ്കര പെയിൻ. എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല, യാമീനെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം നടുവേദനയൊന്നും സർജറിയുടെ പെയിനേക്കാൾ കൂടുതൽ, സർജറിയുടെ സ്റ്റിച്ചിന്റെ പെയിനേക്കാൾ കൂടുതൽ എനിക്ക് നടുവേദനയായിരുന്നു. അങ്ങനെ ഞാനൊരു 21st ഡേക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സഹ്യ ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ഞാൻ എടുത്തു പറയുന്നു അവരുടെ ഹസ്ബൻഡ് ഡോക്ടർ സാജിദ ഷറഫുദ്ദീന്റെ ഹസ്ബൻഡ് ഷറഫുദ്ദീൻ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മള് ഈ സഹ്യ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മൾ വയനാട്ടിൽ വേറെ ഹോസ്പിറ്റലുകൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ഇവര് പറഞ്ഞ നമ്മളെ പേഷ്യന്റിനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യും. പിന്നെ അവിടെ ഇങ്ങനെ ഓർത്തോ റിലേറ്റഡ് ഒരു ഡോക്ടറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഫിക്സ് ചെയ്താവും വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു മെയിൻ കൺസേൺ ആയിരുന്നു നടുവേദന. ഡോക്ടർ പറഞ്ഞത് മെയിൻ കൺസേൺ നടുവേദനയാണ്, ഒരു രക്ഷയില്ല നടുവേദന. രണ്ടടി കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഇവൻ കുളിക്കാൻ വേണ്ടി നിൽക്കാൻ പറ്റുന്നില്ല, ഒരിത്തിരി സമയം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഡോക്ടർക്ക് നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. അപ്പൊ എന്റെ നടുവേദന മാറിയത് അവിടെ നിന്നാണ്. അതെല്ലാരും ആയുർവേദ ഹോസ്പിറ്റലിൽ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നോട് പേരൊന്നും ഞാൻ നോക്കിയില്ല, ഓർത്ത് വെക്കണില്ല. എന്നോട് നടുവേദന ഉണ്ടോന്ന് ചോദിച്ചു. നല്ല നടുവേദന ഉണ്ടായിരുന്നു. ഞാനൊരു 20th ഡേക്ക് ശേഷമാണ് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോസ്റ്റ്നറ്റൽ കെയറിന് പോയത്. പോസ്റ്റ്നറ്റൽ കെയറിന് പോയപ്പോൾ ഈ 21 ഡേയ്സ് ഞാൻ അവിടെ നിന്നിരുന്നു. ആ 21 ഡേയ്സിലും നമ്മുടെ ബോഡിയിൽ ഓരോ പെയിനും എന്തൊക്കെ കാര്യങ്ങളും, നീരാണോ, കാലുവേദനയാണോ, മുട്ടുവേദനയാണോ, കൈവേദനയാണോ, ബാക്ക് പെയിൻ ആണോ നോക്കിയിരുന്നു. അതിൽ എനിക്ക് മെയിൻ കൺസേൺ ആയിട്ട് വന്നത് നടുവേദനയായിരുന്നു. നടുവേദന, പിന്നെ ശരീരം മുഴുവൻ നീരായിരുന്നു. അതായത് നീരെന്ന് പറഞ്ഞാൽ നല്ല നീരായിരുന്നു, എവിടെയും തൊടാൻ പറ്റാത്ത വേദനയായിരുന്നു. ആദ്യത്തെ 7 ദിവസം കൊണ്ട് അവര് നീര് വറ്റിച്ചു. അതിന്റെ കൂടെ തന്നെ നീര് വറ്റിക്കുന്നതിന്റെ കൂടെ തന്നെ നടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഈ ഇടത് കൈ ഭയങ്കര പെയിൻ ആയിരുന്നു, എന്താണെന്നറിയില്ല, ഇങ്ങോട്ടേക്ക് ഭയങ്കര തരിപ്പ്. അപ്പോ ഡോക്ടർ പറഞ്ഞു എന്നോട് ഇങ്ങനെ മൊബൈൽ യൂസ് ചെയ്യരുത്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു നീര് വരുന്നു. ആ നീര് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കൈയിലേക്ക് വേദനയാകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് തരിപ്പൊക്കെ ആയി മാറുന്നു പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ട് മരുന്ന് ചെയ്തിരുന്നു. അങ്ങനെ ആ കൈവേദന, ഇടത് കൈയുടെ വേദനയും മാറി, നടുവേദന എനിക്ക് മാറി. അപ്പോൾ മറ്റുള്ള ലേഡീസ് മീൻസ് എനിക്കറിയില്ല എങ്ങനെയാ, മീൻസ് എനിക്ക് എൻ്റെ അമ്മേൻ്റെയോ അനിയത്തിൻ്റെയോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല അവരുടെ നടുവേദന ഉണ്ടായിരുന്നോ അത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്ക് സർജറി ചെയ്തപ്പോൾ ജനറൽ അനസ്തീഷ്യയാണ് തന്നത്, സ്പൈനലിലല്ല. പക്ഷെ എനിക്ക് സ്പൈനലിൽ തന്നിരുന്നു ആദ്യത്തെ സർജറിക്ക്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ട്യൂബൽ പ്രഗ്നൻസിന്റെ ഫസ്റ്റ് നമുക്ക് ട്യൂബ് റപ്ചർ ആയപ്പോൾ ഒരു സർജറി ചെയ്തിരുന്നു. അന്ന് സ്പൈനലിലാണ് തന്നത്. ആ നടുവേദന എനിക്ക് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡെലിവറിക്ക് ശേഷം എനിക്ക് എന്തില്ല, വന്ന നടുവേദനയും കാര്യങ്ങളൊക്കെ എനിക്ക് പോസ്റ്റ്നറ്റൽ കെയറിന് പോയപ്പോൾ അവരെനിക്ക് മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ പ്രസന്റ്ലി എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതിന് റെമഡി ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. നടുവേദനയുണ്ടോ എന്ന് വെച്ചാൽ നടുവേദന ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അതിന് ട്രീറ്റ്മെന്റ് പോസ്റ്റ്നറ്റൽ കെയറിന് പോയപ്പോൾ തന്നെ അവർ തന്നത് കൊണ്ട് ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല. വീട്ടിലെല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. വാവേനെയും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു ഞാനും ഹസ്ബൻഡും വാവയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ റെന്റഡ് ഹോമിലാണ്.
ഇവിടെ സഹായത്തിനൊന്നും ആരുമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത്. പക്ഷെ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. താങ്ക് യു.